The next chapter we are going to discuss is the 7th chapter, that is the winds of knowledge. Okay, students. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പാർട്ട് 2ലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. ഏതാത്? വിൻഡ്സ് ഓഫ് നോളജ്. പിന്നെ തുടങ്ങാം, നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. How great to see with the eye stars in the sky. That is, it is very great to see with the eyes. കണ്ണുകൊണ്ട് നമുക്ക് എന്താ കാണാൻ പറ്റുന്ന? സ്റ്റാർസ് അല്ലെ, നക്ഷത്രങ്ങൾ, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. How lucky to smell with the nose അല്ലെ, നമുക്ക് സ്മെൽ ചെയ്യാൻ എന്താ ഉള്ളത്? നോസ് വി ആർ ഹാവിംഗ്. ഫ്രാഗ്രന്റ് ജാസ്മിൻസ് അറ്റ് repose. നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂവിന്റെ സുഗന്ധം എവിടെയും പാറി പറന്ന് നടക്കുന്നു. How yummy to taste with the tongue അല്ലെ, നാക്കുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേസ്റ്റ് ചെയ്യാൻ പറ്റും. Honey sweet mangoes to branches clung up. എന്താണ് മാവിൽ എന്തൊക്കെയുള്ളത്? നല്ല മധുരൂർന്ന മാങ്ങകളുണ്ട്. How soft to feel on the skin the cool breeze whistling fin. അതായത് നമ്മുടെ സ്കിന്നിൽ വന്ന് ടച്ച് ചെയ്യുന്ന ആ തണുത്ത കാറ്റുണ്ടല്ലോ, അത് എന്തൊരു സുഖമാണ് തരുന്നത്. How pleasing to hear with the ear mother cuckoo singing near. അപ്പൊ നമുക്ക് ഈ കുയിലിന്റെ പാട്ട് കേൾക്കാൻ തന്നെ നല്ലൊരു ആനന്ദം തോന്നുക അല്ലെ. To touch the glory of the earth endowed are we with senses 5. അപ്പൊ നമ്മുടെ ഈ 5 സെൻസസിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണത്? ഐ, നോസ്, ടങ്, then skin, പിന്നെന്താ? ഇയർ. These are the 5 sense organs. Did you read the poem? കവിത നിങ്ങൾ വായിച്ചോ? How much we learn about nature through our, അപ്പൊ നമ്മൾ പ്രകൃതിയെ കുറിച്ച് എങ്ങനെയൊക്കെ മനസ്സിലാക്കി? Through our കണ്ണ്, മൂക്ക്, ചെവി and so on. Don't other creatures also know their surroundings in their matter? അപ്പൊ വേറെ ജീവികളും അവരുടെ ചുറ്റുപാടിനെ കുറിച്ച് ഇതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? Have you observed ants searching for food? അല്ലെ, ഉറുമ്പുകൾ അവരുടെ ഭക്ഷണം തിരയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? How do they come to know about the presence of food? എങ്ങനെയാണ് അവർ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വരുന്നത്? How do they come to know about the presence of food? That is the question. Haven't you seen eagles carrying away chicks? അല്ലെ, പരുന്ത് കോഴിക്കുട്ടികളെയും എടുത്ത് പറക്കണം നമ്മൾ കണ്ടിട്ടില്ലേ? How does the eagle identify its prey from such height? ഇത്രയും ഹൈറ്റ് നിന്നും അവരുടെ ഇര എങ്ങനെയാ അവർ മനസ്സിലാക്കുന്നത്? Why does a sleeping dog raise its ear even when we pass by silently? അല്ലെ, നമ്മൾ പതുക്കെ നടന്നു പോവുകയാണെങ്കിലും നായ ചെവി ഒന്ന് കൂർപ്പിക്കാറുണ്ട്. എങ്ങനെയാ അത് ഇത് മനസ്സിലാക്കുന്നത്? How do such creatures identify food? ഇങ്ങനെയാണ് ഈ ജീവികള് ഈ സ്മെല്ല്, പിന്നെന്താ അവരുടെ ഇരകള് ഹിയർ ഈവൻ ദ സ്ലൈറ്റസ്റ്റ് സൗണ്ട്, ചെറിയ സൗണ്ട് പോലും കേൾക്കുന്നത്. Which are the organs that help them to get such a, അപ്പൊ ഏത് അവയവങ്ങളാണ് അവരെ ഇത് ഹെൽപ്പ് ചെയ്യാൻ, മീൻസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്? ഇൻഫർമേഷൻ ത്രൂ ഐസ് അല്ലെ, കണ്ണിലൂടെയുള്ള ഇൻഫർമേഷൻ. ലുക്ക് അറ്റ് എ ഡിസ്റ്റന്റ് ട്രീ, ദൂരെയുള്ള മരത്തിനൊന്ന് ശ്രദ്ധിക്കൂ. വാട്ട് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ് ഡു വി ഗെറ്റ് ത്രൂ അവർ ഐസ്? അപ്പൊ അതിനെ കുറിച്ച് എന്തെല്ലാം ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ ദൂരത്ത് നിന്ന് കിട്ടുന്നത്? വാട്ട് ടൈപ്പ്, ഏത് തരം? ഹൗ ഫാർ, എത്ര ദൂരം? ഹൗ ടോൾ, ഇറ്റ് ഈസ് എന്തൊരു വലിപ്പം? ഹൗ തിക്ക്, ഇതിന്റെ തടി കനത്തിനെ കുറിച്ചാ പറയുന്നത്. വാട്ട് കളർ, എന്ത് കളർ? ആ ദ ഷേപ്പ് ഓഫ് ദ ലീവ്സ് അല്ലെ, ലീവ്സ് ഈച്ച് ലീവ് ഹാവിംഗ് ഇറ്റ്സ് ഓൺ ഷേപ്പ്. We gain most of our knowledge through vision അല്ലെ, കണ്ണിന്റെ കാഴ്ചയിലൂടെയും നമ്മൾ കുറെ നോളജ് ഗ്യാദർ ചെയ്യാറുണ്ട്. What are the parts of the eye that help us to see? അപ്പൊ കണ്ണിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? Observe the eye of a child next to you. നിങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടീനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. What are the parts of the eye that you can see? Are eyelids, eyelashes, pupils sufficient for visions? അല്ലെ, ഐലിഡ് ഉണ്ട്, പിന്നെന്താണ്? ഐലാഷസ് ആൻഡ് പ്യൂപ്പിൾ. How do we see? As seen in the figure, use a hand lens to project the images of various objects. അപ്പൊ ഇതിൽ എന്താ ചെയ്യുന്നത്? ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് പല ഒബ്ജക്ട്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം. On the wall of your classroom. What are the peculiarities of these images? Just like this, there is a lens in our eye as well. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ ഒരു ലെൻസ് ഉണ്ട്. This lens also forms an inverted image of the objects we see with our eyes. അപ്പൊ ഇതും എന്ത് ഫോം ചെയ്യും? ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യും അല്ലെ, നമ്മുടെ കണ്ണിൽ കാണുന്ന പോലെ ഒരു ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യും. In this activity, the image falls on the wall, doesn't it? അപ്പൊ ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താ കാണുന്നത്? ഈ ഇമേജ് എന്താ ചെയ്യണത്?
falls on the wall. ചുമരിലാണ് ഇമേജ് fall ചെയ്യുന്നത്. But in the eye, the inverted image is formed on the screen. അപ്പൊ കണ്ണിലാണെങ്കിലോ ഈ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? in a part known as retina. റെറ്റിനയിലേക്കാണ് അത് വീഴുന്നത്. The optic nerves send the message to it. അപ്പൊ കണ്ണിനുള്ള nervesന് എന്താ പറയുക? optic nerves. അത് send the message എവിടേക്കാ send ചെയ്യണേ? to the brain. Brain enables vision for the real erect image. അപ്പൊ തലച്ചോറാണ് ശരിക്കുള്ള ഇമേജ് നമ്മളെ കാണാൻ സഹായിക്കുന്നത്. See here is the retina lying, then the lens. So when we are focusing, the image falls on the retina. Compare the experiment you have done to form image using a hand lens and the way we see objects. അല്ലേ? ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ കാഴ്ചകൾ കാണുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാം. നോട്ട് ഡൗൺ ദ ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എവിടെ എഴുതുക? സയൻസ് ഡയറിയിൽ എഴുതി വെക്കുക. Where do the images form in both the situation? ഈ രണ്ട് സിറ്റുവേഷനിലും ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ഓഫ് ദ ഇമേജസ്? അല്ലെ, ഈ ഇതിന്റെയൊക്കെ എന്താ സാദൃശ്യമുള്ളത് അതും കൂടെ നമുക്ക് എഴുതി വെക്കണം. Why two eyes do these activities? എന്തുകൊണ്ടാ രണ്ട് കണ്ണുകൾ? Try to place the cap on the pen in your friend's hand. Place the cap up. അപ്പൊ ഈ തൊപ്പി ഒന്ന് on the pen in your friend's hand. അപ്പൊ ഈ ക്യാപ്പില്ലേ ഫ്രണ്ടിന്റെ പേനയിൽ വെക്കാൻ ഒന്ന് ശ്രമിക്കുക. Try to catch a ball thrown up when it comes down. ബോള് പന്ത് മുകളിലേക്ക് എറിഞ്ഞത് പിടിക്കാൻ ശ്രമിക്കുക. Try them out keeping both eyes open. ഇത് എങ്ങനെ ചെയ്യേണ്ടത്? നമ്മുടെ രണ്ട് കണ്ണും തുറന്നിട്ടാണ് ചെയ്യേണ്ടത്. And then with one eye shut. എന്നിട്ട് ഒരു കണ്ണ് അടച്ചിട്ടും ചെയ്യണം. In which situation do you experience difficulty? ഏത് കണ്ടീഷനിലാണ് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? The ability to see by focusing both eyes on the same point is termed binocular vision. Ability to see. അതായത് എങ്ങനെ കാണാനാണ്? By focusing both eyes on the same point. രണ്ട് കണ്ണുകളും ഒരേ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബൈനോക്കുലർ വിഷൻ എന്ന് പറയുക. We get an accurate knowledge of the distance and position of the objects. അപ്പൊ നമുക്ക് എന്ത് നോളേജ് കിട്ടും? About the distance, അല്ലെ, ഇതിന്റെ ദൂരവും പൊസിഷൻ എവിടെയാന്നുള്ളത്, സ്ഥാനം എവിടെയാന്നുള്ളതും മനസ്സിലാക്കും. Haven't you now understood why it was difficult to do the both activities keeping one eye closed? അപ്പൊ ഒരു കണ്ണടച്ചിട്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കാന്ന് മനസ്സിലായില്ലേ? What other specialities do our eyes have? വേറെ എന്തൊക്കെയാ കഴിവുകളാണ് കണ്ണുകൾക്കുള്ളത്? Can recognize colors, അല്ലെ, കളറുകൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ 3-dimensional vision, the ability to know. 3-dimensional visionൽ എന്തൊക്കെയാ പെടുന്നത്? Ability to know the length, breadth, height, thickness and distance. എന്തൊക്കെയാണ്? നീളം, വീതി, പിന്നെന്താ ഹൈറ്റ്, കനം, ദൂരം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. World of the blind. Our eyes open a beautiful world of vision to us, don't they? അല്ലേ, നമ്മുടെ കണ്ണുകളാണ് ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ നമ്മളെ സഹായിക്കുന്നത്. Now keep your eyes closed for some time. ഇനി എന്താ ചെയ്യേണ്ടത്? കുറച്ചു നേരം കണ്ണൊന്ന് അടച്ചു നോക്കുക. How do you feel? എന്താ ഇപ്പൊ ഞങ്ങൾ ഫീൽ ചെയ്യുന്നത്? എന്താ അനുഭവപ്പെടുന്നത്? What may be the plight of the blind? അല്ലേ, അപ്പൊ ഈ അന്ധരായവരുടെ ബുദ്ധിമുട്ട് നമുക്കിപ്പോ മനസ്സിലായില്ലേ? How do they come to know about the surroundings? ഈ ചുറ്റുപാടുകളെ കുറിച്ച് അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? Recognize people through sound. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശബ്ദത്തിലൂടെയാണ് അവരെ മനസ്സിലാക്കുന്നത്. Identify currency and coins by touch. അല്ലേ, പൈസയൊക്കെ എങ്ങനെയാ മനസ്സിലാക്കുക? ഒന്ന് തൊട്ടു നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. It is our duty to help the blind. അപ്പൊ നമ്മുടെ കടമയാണ് എന്ത്? ബ്ലൈൻഡ്, കണ്ണു കാണാത്തവരെ സഹായിക്കുക. In what ways can you help the blind children in your school? അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുക? You can study the map of India by looking at. അപ്പൊ നമുക്ക് മാപ്പ് യൂസ് ചെയ്തിട്ട് അത് നോക്കാൻ പറ്റൂല. ഇതിൽ വൈറ്റ് കെയിൻ ഉണ്ട്. ഈ മാന് വൈറ്റ് കെയിൻ ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. For the safe movement. This is a hollow light aluminum rod. അലുമിനിയം റോഡാണ്. യൂസേഴ്സ് ക്യാൻ യൂസ് ഡിറ്റക്ട് ഓബ്സ്റ്റക്കിൾസ്. അപ്പൊ വഴിയിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. What changes can you bring about in a map for those who cannot see? അപ്പൊ നമുക്കാണെങ്കിൽ അത് ടച്ച് ചെയ്തിട്ട് ഏതൊക്കെയാ ഭാഗം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എ ബ്ലൈൻഡ് പേഴ്സൺസ് ആണെങ്കിലോ എങ്ങനെയാ കണ്ടുപിടിക്കുക? Can't you do something to help them touch and identify state boundaries, mountains and rivers? Can't you make with the sand and thread soaked in glue maps that could be sensed by touch? അല്ലേ,
സാൻഡ് മണൽ ഉപയോഗിച്ചിട്ടും പിന്നെ എന്താണ് നൂല് പശയിൽ മുക്കി വെച്ചിട്ടൊക്കെ നമ്മൾ ആ മാപ്സിന്റെ ബോർഡർ സെറ്റ് ചെയ്യുക. Such maps are called embossed maps. You may also try to make an embossed map. അപ്പോൾ what different facilities are available to help the blind? അപ്പോൾ കണ്ണു കാണാത്തവരെ സഹായിക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയുള്ളത്? വൈറ്റ് കെയിൻ, we already know. Then braille script, that is a script in which they touch, by touching itself they are able to understand the letters. അല്ലേ, തൊട്ട് നോക്കിയിട്ട് തന്നെ ഇത് ഡോട്ട്സ് ഉണ്ടാവും, അത് പൊന്തി കിടക്കുന്ന ഡോട്ട്സ് ആണ്, അതിൽ ടച്ച് ചെയ്തിട്ട് തന്നെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. Tactile watch, that is the type of watch, and talking watch. Eye donation. Many defects of the eyes lead to blindness. അല്ലേ, അപ്പോൾ വേറൊന്ന് എന്താണ്, ഐ ഡൊണേറ്റ് ചെയ്തിട്ട് ബ്ലൈൻഡ് ഉള്ള പീപ്പിളെ സഹായിക്കാൻ പറ്റും. Some of them can be rectified by replacing certain parts of the eye. ചിലരൊക്കെ എന്താണ്, ചില ഭാഗങ്ങൾ, കണ്ണിന്റെ ചില ഭാഗങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് തന്നെ അവർക്ക് കണ്ണ് കാണാൻ പറ്റും. Donating one's eyes after death is called eye donation. മരിച്ച ഉടനെ കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം. This is to be realized. Shouldn't our close relatives be aware that we have signed? അപ്പോൾ നമുക്ക് നമ്മളെ അടുത്തറിയുന്നവർക്ക് നമ്മൾ ഐ ഡൊണേറ്റ് ചെയ്യാനുള്ള പേപ്പർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. Donate your eye and provide light to those in darkness. കണ്ണു കൊടുത്തിട്ട് അവർക്ക് പ്രകാശകരമായ ഒരു ജീവിതം നൽകണം. Eye donation, it is a great donation. Shouldn't we donate our eyes after death to provide light for the living? Protection of the eyes. കണ്ണിനെ സംരക്ഷിക്കുന്നത് എങ്ങനെയാ? How important our eyes are. അല്ലേ, നമ്മുടെ കണ്ണുകളൊക്കെ എത്ര വിലപ്പെട്ടതാണ്. What care should we take to protect them? നമ്മൾ എന്തൊക്കെ മാതൃകകളാണ് അതിന് ചെയ്യേണ്ടത്? Do not rub or blow. If dust falls on the eyes, just wash with cold water. അപ്പോൾ എന്താണ്, കണ്ണ് തിരുമാൻ പാടില്ല. എന്താ പൊടികൾ വീണാൽ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് വാഷ് വിത്ത്, കണ്ണ് കഴുകുക, തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കണ്ണ് കഴുകുക. Do not read in dim light or very bright light or while traveling in the bus. അതായത് മങ്ങിയ വെളിച്ചത്തിലും നല്ല അതേ കഠിനമായ വെളിച്ചത്തിലും നമ്മൾ എന്താ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തും വായിക്കാൻ പാടില്ല. Keep a certain distance while watching TV. TV കാണുന്ന സമയത്ത് കുറച്ച് ദൂരെ മാറി നിന്ന് കാണുക, നീങ്ങിന്ന് കാണുക. There must be sufficient light. അപ്പൊ കാണുന്ന സമയത്ത് വേറെ എന്തുകൂടെ ശ്രദ്ധിക്കണം? റൂമിൽ നല്ല പ്രകാശമുണ്ടെന്ന് കൂടി ശ്രദ്ധിക്കണം. Care should be taken so the chemicals do not fall into the eye. പിന്നെന്താ, കെമിക്കൽസ്, രാസവസ്തുക്കൾ നമ്മളുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യാതെ നമ്മൾ നോക്കണം. Protect your eyes from sharp objects while playing. അല്ലേ, മൂർച്ചയുള്ള കളിക്കുന്ന സമയത്ത് മൂർച്ചയുള്ള വസ്തുക്കളൊന്നും കണ്ണില് കോറാതിരിക്കാൻ ശ്രദ്ധിക്കണം. Hope you have now understood details about the vision of human beings. Now notice the details of vision of some other creatures. എന്തൊക്കെയാ അത്? Chameleon, ഓന്ത്. Chameleon eyes are different from those of other creatures. അല്ലേ, ഓന്തിന്റെ കണ്ണ് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യാസമാണ്. എങ്ങനെ? They can move their two eyes in two different directions. രണ്ട് കണ്ണുകളും രണ്ട് ദിശയിലേക്ക് കറക്കാൻ പറ്റും. And see different sides at the same time. അപ്പൊ രണ്ട് സൈഡിലേക്ക് കറങ്ങുന്നത് കൊണ്ട് എന്താണ്, രണ്ട് വ്യത്യസ്ത കാഴ്ചകൾ കാണാൻ പറ്റും. Owl. The owl has two large eyes right in front of the head. മൂങ്ങയ്ക്ക് എന്താ ഉള്ളത്? രണ്ട് വലിയ കണ്ണുകളുണ്ട്. തലയുടെ ഫ്രണ്ട് വശം രണ്ട് വലിയ കണ്ണുകളുണ്ട്. It can turn its head back and see the sides behind. എന്നിട്ട് ഇത് തല എന്താണ്, ടേൺ ചെയ്യാൻ പറ്റും, പിന്നിലേക്ക് തിരിച്ചിട്ട് അവിടുത്തെ കാഴ്ചകളും കാണാൻ പറ്റും. Cat. The pupil of the eye of the cat remains contracted in daylight and fully dilated in night. They have the ability to utilize even dim light, so they can see even in dim light. അതായത് പകലും രാത്രിയും കാഴ്ച കാണാൻ പറ്റുന്ന ഒരു മൃഗമാണ് പൂച്ച. Remember to collect the details of the vision of more living things. അപ്പോൾ വേറെ ജീവികളെ കുറിച്ചുള്ള വിഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യണം. Knowing with the closed eyes. Sit silently for a minute with the eyes closed. Listen to the various sounds you hear. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കണ്ണടച്ചിട്ട് കുറച്ചു നേരം ഇരിക്കുക, എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ശബ്ദങ്ങളൊക്കെ തിരിച്ചറിയാൻ ശ്രമിക്കുക. Can you now hear sounds from a long distance? Can you hear the sounds of friends from other classes? അല്ലെ, ദൂരത്ത് നിന്നും വരുന്ന സൗണ്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഫ്രണ്ട്സ് ക്ലാസ്സിൽ നിന്ന് വർത്താനം പറയണത് നമുക്ക് കേൾക്കാൻ പറ്റും. The ear help us to hear. കണ്ണാണ് നമുക്ക് ചെവി നമുക്ക് കേൾക്കാൻ സഹായിക്കും. What are the different parts of the ear? ചെവിയുടെ മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയാ?
What we see is the pinna, the outer part of the ear. Pinna എന്ന് പറയുന്നതാണ് ചെവിയുടെ പുറം ഭാഗം, ചെവിക്കുട. The role of pinna is to receive sounds and direct them. അപ്പൊ ഇതെന്തിനെ സഹായിക്കുന്നത്? പുറമേയുള്ള സൗണ്ട് റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാനും ചെവിക്കുള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നതാണ് പിന്ന. It is when the sound pass through the different parts of the ear reach the brain. എന്നിട്ട് ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലേക്ക് പോയിട്ട് തലച്ചോറിലെത്തിയിട്ടാണ് എന്ത് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. Look at the picture of the inner part of the ear. Is pinna long enough to detect sound? അല്ലേ? ചെവിക്കുള്ളിൽ ധാരാളം വേറെ ഓർഗാൻസ് ഉണ്ട്. See this. അപ്പൊ പിന്നെ it allows the sound to enter the ear. അതിനുശേഷം ബാക്കി പ്രോസസ്സ് ഇയറുടെ ഉള്ളിലുള്ള അവയവങ്ങളാണ് ചെയ്യുന്നത്. Protection of the ear. Don't we see people inserting things carelessly into the ear? അപ്പൊ നമ്മൾ കാണാറില്ലേ ചില ആൾക്കാർ ശ്രദ്ധയില്ലാതെ സാധനങ്ങൾ ചെവിയുടെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നത്. Won't such actions adversely affect the ear? അപ്പൊ ഇത് ചെവിനെ ബാധിക്കാറില്ലേ? What precaution should be taken to protect the ear? അപ്പൊ എന്ത് പ്രിക്കോഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ചെവി സംരക്ഷിക്കാൻ വേണ്ടി? Do not put pointed objects into the ear. അതായത് കൂർപ്പിച്ച സാധനങ്ങളൊന്നും നമ്മൾ ചെവിയുടെ ഉള്ളിൽ ഇടരുത്. Do not listen to loud sounds continuously. നല്ല ഒച്ചയുള്ള സൗണ്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കരുത്. Do not let the ear receive any blow. അതായത് നമ്മുടെ ചെവിയുടെ അടുത്തേക്ക് ഹാർഡായിട്ടും ഹാർഷായിട്ടുള്ള സൗണ്ട് കേൾപ്പിക്കരുത് ഒരിക്കലും. People lose their hearing ability due to many reasons. അല്ലേ? കേൾവി കുറവ് പല കാരണത്താലാണ് ആൾക്കാർക്ക് നഷ്ടമാകുന്നത്. Difficulty experiment by the deaf are beyond words. അല്ലേ? അപ്പൊ ഇങ്ങനെ നഷ്ടപ്പെടുന്നവർക്ക് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. The devices that use are called hearing. അപ്പൊ അവർക്ക് കേൾക്കാൻ വേണ്ടി പല ഡിവൈസസും അവർ ഉപയോഗിക്കാറുണ്ട്. There are mechanisms in them to enable hearing with clarity. അപ്പൊ ഈ മെക്കാനിസത്തിന്റെ അഡ്വാൻറ്റേജ് എന്താ? അവർക്ക് കറക്റ്റ് വോളിയത്തില് ചെവി കേൾക്കാൻ പറ്റും. Following up pictures of different type of hearing aids. Sensing by smell. How do people come to know when a ripe jackfruit is cut? അപ്പൊ ചക്ക മുറിച്ച മണം എങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാവുന്നത്? Which organ helps us in this? ഏത് അവയവമാണ് ഇതിനെ സഹായിക്കുന്നത്? It is the nose that helps us to detect the smell. അപ്പൊ മൂക്കാണ് നമ്മളെ ഇതിനെ സഹായിക്കുന്നത്. Keep the following objects on a table. എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് ടേബിളിൽ വെക്കേണ്ടത്? That is the jasmine, curry leaves, cardamom, coconut oil, ginger, lemon, cumin seeds, turmeric and camphor. After blindfolding your friend, make her smell each of the above. അല്ലേ? അപ്പോൾ കറിവേപ്പിലുണ്ട്, മുല്ലപ്പൂവുണ്ട്, പിന്നെ ഏലമുണ്ട്, വെളിച്ചെണ്ണ, ഇഞ്ചി, നാരങ്ങ, ക്യുമിൻസി, കടുകുണ്ട്, പിന്നെ എന്താണ് ഉള്ളത്? മഞ്ഞള്, പിന്നെ കർപ്പൂരം. How many items could your friend recognize? അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? How many objects can you distinguish by smell? മണത്തിലൂടെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? Write them down. ഇതൊക്കെ ഒന്ന് എഴുതുക. Don't we recognize stale food from their foul smell? അപ്പൊ പഴകിയ സാധനം നമ്മൾ മണത്തിലൂടെ തിരിച്ചറിയാൻ പറ്റില്ലേ? How do we come to know about a dead rat in your premises? ഒരു ചത്ത എലീനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? Don't we recognize such instances of foul smell? അല്ലേ? ഈ ചീഞ്ഞ നാറ്റ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? Can we distinguish a chalk, pen, pencil, etc. by smell? ചോക്കും പേനയും പെൻസിലൊക്കെ നമുക്ക് ഈ സ്മെല്ലിലൂടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Human beings generally have a weak sense of smell. അല്ലേ? മനുഷ്യർക്ക് അവരുടെ സെൻസ് ഓഫ് സ്മെല്ല് ഭയങ്കര വീക്കാണ്. Many creatures have a stronger sense of smell than humans. മനുഷ്യന്മാർക്കാണെങ്കിലോ many creatures, പക്ഷേ മനുഷ്യന്മാരെക്കാട്ടിയും ചില ജന്തുക്കൾക്ക് നല്ലോണം സെൻസ് ഓഫ് സ്മെൽ ഉണ്ട്. Stalwarts of smell. Sharks are the stalwarts of smell. They can detect the smell of the blood split at a far distance in the sea. അപ്പോൾ കടലില് ഷാർക്ക് ഉണ്ടല്ലോ, കടലിലെ ഷാർക്ക്, അവർക്ക് ചോരയുടെ മണം പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടും. The dog is another animal with a strong ability to identify things. നായയാണ് വേറൊരു ജന്തു, അല്ലെ? മണം മനസ്സിലാക്കാൻ പറ്റിയ വേറൊരു ജന്തുവാണ് നായ. You might have seen dogs urinating frequently on the way as they move. അല്ലെ? അവർ പോണ സ്ഥലത്തൊക്കെ യൂറിൻ സ്പിറ്റ് ചെയ്ത് വെക്കുന്നത് കാണാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്?
അവരുടെ ആ പാത്ത് മനസ്സിലാക്കാൻ വേണ്ടി. ഡോഗ്സ് ആർ യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷനും ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡോഗ്സിനെ ഉപയോഗിക്കാറുണ്ട്. ഹാവ് യു സീൻ സ്നേക്ക് ഫ്രീക്വൻലി പുട്ടിങ് ഔട്ട് ദെയർ ടങ്ക്? അല്ലേ, നാവ് പുറത്തേക്ക് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ പാമ്പ്? ഇൻ ഓർഡർ ടു റെക്കഗ്നൈസ്, സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാവ് പുറത്തിടുന്നത്. ദ വേൾഡ് ഓഫ് ടേസ്റ്റ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? വേൾഡ് ഓഫ് ടേസ്റ്റ്, രുചിയുടെ കാര്യമാണ് ഇത് പറയുന്നത് അല്ലെ, രുചിയുടെ ലോകം. അപ്പൊ ഫേവറേറ്റ് ഫുഡ് ഏതാ? വൈ? ഇസിൻറ്റ് ഇറ്റ് ദ ടേസ്റ്റ് ദാറ്റ് മേക്സ് us ലൈക്ക് ഫുഡ് ഐറ്റംസ്? ടേസ്റ്റിലൂടെയാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ ടങ് ദാറ്റ് ഹെൽപ്പ് us ഡിറ്റക്ട് ടേസ്റ്റ്. അപ്പൊ നാവാണ് നമ്മളെ ഈ സ്മെൽ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത്. ഐഡന്റിഫൈങ് ദ ടേസ്റ്റ്, ഫുഡ് ഡിസോൾവ്സ് ഇൻ സലൈവ ആൻഡ് സ്റ്റിമുലേറ്റ് ദ ടേസ്റ്റ് ബഡ്സ് ഓൺ ദ ടങ്. ഫുഡ് എന്ത് ചെയ്യും? സലൈവയായിട്ട്, നാവിലുള്ള സലൈവയായിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? നാവിലുള്ള എന്താ ഉള്ളത്? ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അല്ലെ. When this stimulation reaches the brain as impulses through nerves, we identify taste. എന്നിട്ട് അത് എവിടേക്കാ റീച്ച് ചെയ്യുന്നത്? ബ്രെയിനിലേക്ക്. ഇമ്പൾസ് ബ്രെയിനിലേക്ക് റീച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടേസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടേസ്റ്റ് ബഡ്സ് ദാറ്റ് വി ഐഡന്റിഫൈ. ടേസ്റ്റ് ബഡ്സിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യുന്നത്? സോൾട്ട്, സ്വീറ്റ്, then sour, bitter, etc. in the food. With the help of the figure, identify where the different taste buds are seen on the above. ഈ ഫിഗർ സഹായത്തിൽ നമുക്ക് മനസ്സിലായില്ലേ, സൈഡിലാണ് സോറും സോൾട്ടും ബിറ്ററും ഒക്കെ കിടക്കുന്നത്. സ്വീറ്റ് ആണ് ഏറ്റവും ഫ്രണ്ടില്, നാവിന്റെ ഫ്രണ്ടിലുള്ളത്. Which part of a tongue help us to identify sweet food? Where on the tongue should you preferably place a tablet with a bitter taste? അപ്പൊ bitter taste ഉള്ളത് നാവിന്റെ ഏത് ഭാഗത്താണ് വെക്കേണ്ടത്, പിന്നെ സ്വീറ്റ് എവിടെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ ഈ പിക്ചറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. സെൻസിങ് ബൈ ടച്ച്. ഡോണ്ട് വി ഫീൽ വെൻ എ സ്മോൾ ആൻഡ് മൂവ്സ് ഓൺ അവർ ബോഡി? അല്ലെ, ഒരു ചെറിയ അറമ്പ് നമ്മുടെ ദേഹത്ത് കൂടെ നീങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. We also feel while drinking hot tea or when a thorn pierces, അല്ലെ, ചൂടുള്ള ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മുള്ള് കോറുമ്പോഴോ നമ്മുടെ പാദത്തിൽ കോറുമ്പോഴോ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. We sense touch by means of our skin. നമ്മുടെ സ്കിന്നിന്റെ തൊലിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സെൻസ് മനസ്സിലാക്കുന്നത്. The skin covers our entire body. നമ്മുടെ മൊത്ത ദേഹം കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? സ്കിൻ കൊണ്ടാണ്. How do we all do what all do we realize by means of touch? എന്തിലൂടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്? ഹീറ്റ്, ചൂട്, പിന്നെ ഷേപ്പ്, സ്മൂത്ത്നെസ്, സൈസ്, സോഫ്റ്റ്നെസ്, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ടച്ച് മനസ്സിലാക്കുന്നത്. We should clean the skin very well while bathing. കുളിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സ്കിന്ന് ക്ലീൻ ആയി സൂക്ഷിക്കണം. We should protect the skin from excessive cold and heat. എന്നാൽ കഠിനമായ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. What if the skin did not have the sense of touch? We would never come to know about the wounds and injuries. If the skin did not have a സ്കിന്ന് ഇതുപോലത്തെ ഒരു സെൻസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? വൂൺസും ഇഞ്ചറീസും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. Why do we examine objects by touching with the fingers? അല്ലെ, വിരൽ കൊണ്ട് ടച്ച് ചെയ്തതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ വസ്തുക്കളെയും മനസ്സിലാക്കുന്നത്? സെൻസ് ഓഫ് ടച്ച് ഈസ് നോട്ട് ദ സെയിം ഇൻ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. ബോഡിയുടെ എല്ലാ ഭാഗത്തും ഈ സെൻസ് സെയിം അല്ല. ഫിംഗർ ടിപ്സ്, ചീക്സ് ആൻഡ് ലിപ്സ് ആർ മോർ സെൻസിറ്റീവ് ദാൻ അതർ പാർട്ട് ഓഫ് ദി ബോഡി. ഫിംഗറിന്റെ ടിപ്പ്, വിരലുകളുടെ അറ്റവും പിന്നെ കവിളും ചുണ്ട്, ഇതൊക്കെയാണ് more sensitive than other parts of the body. We have learned how information is given by various parts of the body. അല്ലെ, നമ്മുടെ ദേഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമുക്ക് കുറെ ഇൻഫോർമേഷൻസ് കിട്ടാറുണ്ട്. Observe the pictures and complete the table. Sense organs. All living beings gather much information from the surroundings. അല്ലെ, ചുറ്റുപാടിൽ നിന്നാണ് അവർ ഇത്രമാത്രം ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യുന്നത്. The information is to carry. എന്തിനൊക്കെയാണ്? ഇര പിടിക്കാനും, to identify the mate, to escape from, അല്ലെ, എനിമീസിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും, and to learn the changes around. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള മാറ്റങ്ങൾ അറിയാനും ഒക്കെയാണ് സെൻസ് ഓർഗൻ. For this there are certain organs in all creatures. എല്ലാ ജന്തുക്കളിലും ഇതുപോലത്തെ അവയവങ്ങളുണ്ട്. Human beings are having 5. ഏതൊക്കെയാ? Eye, ear, nose, tongue and skin. These organs which gives us information about the surroundings of the sense organs. Sense organ cleanliness and protection. Haven't you understood the importance of sense organ? Sense organs പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പഠിച്ചില്ലേ?
ഷുഡ് വി പ്രൊട്ടക്ട് ഈച്ച് ഓഫ് ദം? അപ്പൊ എല്ലാത്തിനെയും നമ്മൾ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്. ഇതെന്തൊക്കെയാ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ക്ലീൻ ദ ബോഡി എവറി ഡേ ബൈ ടേക്കിംഗ് ബാത്ത്, അല്ലെ? എല്ലാ ദിവസവും കുളിച്ച് വൃത്തിയായിരിക്കണം. പ്രൊട്ടക്ട് ദ സ്കിൻ ഫ്രം എക്സസീവ്, അതികഠിനമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. സോപ്പ്, ക്രീം ആൻഡ് പൗഡർ ആർ റിക്വയർഡ് ഫോർ ദ ഹെൽത്ത്. ആരോഗ്യത്തിന് എന്ത് ചെയ്യണം? സോപ്പ്, ക്രീം, പൗഡർ ഇതൊക്കെ യൂസ് ചെയ്യണം. വാഷ് യുവർ ഐസ് ഡെയിലി വിത്ത് കോൾഡ് വാട്ടർ. കണ്ണ് തണുത്ത വെള്ളം വെച്ചിട്ട് എപ്പോഴും കഴുകണം. ഡു നോട്ട് റബ് ദ ഐസ് വിത്ത് ഹാൻഡ് വെൻ ഡസ്റ്റ് ഓർ സ്മോൾ ക്രീച്ചേഴ്സ് ഫോളോ ഓൺ ഇറ്റ്, അല്ലെ? പൊടിയോ ചെറിയ പ്രാണികളോ വീണ് കഴിഞ്ഞാൽ റബ്ബ് ചെയ്യാതിരിക്കുക. ഡു നോട്ട് വാച്ച് ടി വി ഇൻ എ ഡാർക്ക് റൂം. ഇരുട്ടുള്ള റൂമിൽ ടി വി വാച്ച് ചെയ്യാതിരിക്കുക. ഡു നോട്ട് പുട്ട് പോയിന്റഡ് ഒബ്ജക്ട്സ് ഇൻ ടു ദ ഇയർ. നല്ല ഷാർപ്പുള്ള ഒബ്ജക്ട്സ് ചെവിയുടെ ഉള്ളിൽ ഇടാതിരിക്കുക. ഡു നോട്ട് ലിസൺ ടു ഇന്റൻസ് സൗണ്ട്സ് കണ്ടിന്യൂസ്ലി. അതായത് അതികഠിനമായ സൗണ്ട് എപ്പോഴും ചെവിയുടെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കുക. അപ്പൊ ഇത്രയുമാണ് സ്നെല്ലസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഡോക്ടറുടെ അടുത്തൊക്കെ പോണ സമയത്ത് നമ്മൾ ഈ ഒരു ചാർട്ട് കാണും. ഇതെന്തിനാ പറഞ്ഞാൽ നമ്മുടെ വിഷൻ എത്രമാത്രം പോസിബിൾ ആണ്, അടുത്തുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ, കുറച്ചുകൂടെ ദൂരെയുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലെറ്റേഴ്സ് ചെറിയ വലുപ്പത്തിലും വലിയ വലുപ്പത്തിലും എഴുതി വെക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് പഠിച്ചത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. താങ്ക് യു.